ചങ്ങായിമാരെ കുറച്ച് നേരത്തെ പോയിട്ട് ഒരു സിനിമ കണ്ട് ബാ ബാ എന്നാ സിനിമേന്റെ പേര്. സിനിമയെ കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയാനൊക്കെ ഒന്നേ ഉള്ളൂ. നാളെ തൊട്ട് ദിലീപും നിർമ്മാതാവും സംവിധായകനും കൂടിയിട്ട് ഉള്ള തിയേറ്ററിന്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ വിളിക്കേണ്ടി വരും. ബാ 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 പോകുന്ന ആളോട് വെച്ചും ബാ 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 എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും ആരും കാണണ്ട. പൈസ പോയ ഒരു യുവാവിന്റെ ഒരു കളവന്റെ ദീന രോദനായിട്ട് ഇത് കണ്ടാൽ മതി. ഞാൻ കളവെന്ന് പറയാൻ കാരണമുണ്ടല്ല, ദിലീപ് ഫാൻസ് വന്നിട്ട് പറയും നിനക്കൊന്നും മനസ്സിലാവൂടാ ഈ സിനിമ അങ്ങനത്തെ കഥയാന്നെല്ലാം പറയും. നമ്മൾ കളവനായോണ്ട് ഈ സിനിമ എന്നാ ഉദ്ദേശിച്ചെന്ന് ഒന്നും മനസ്സിലായില്ല. പിന്നെ സിനിമന്റെ പിന്നണി പ്രവർത്തകർ ആദ്യമേ പറഞ്ഞിനി ലോജിക് ഒന്നും നോക്കണ്ടെന്ന്. നോക്കിയില്ലടോ, ലോജിക് ഒന്നും നോക്കിയില്ല. ലോജിക് ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും അതിലും ഒരു ലോജിക്ക് വേണ്ടോ എന്തെങ്കിലായിട്ട്. തെലുങ്ക് സിനിമയില് ഒരു ലോജിക്കും ഇല്ലാത്ത എത്ര സിനിമ എഴുതുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ കണ്ടിരിക്കാം. മലങ്കൾട്ട്, നമ്മൾ കോക്കിന്റെ ഭാഷ പറഞ്ഞില്ലേ മലങ്കൾട്ടാന്നുള്ള ലെവലില് ഇത് മലങ്കൾട്ടെന്നല്ല, ഇത് മലേന്റെ മുകളിലുള്ള മലങ്കൾട്ടാണ് ഈ സിനിമ. പേരും ഞാൻ ഈ സിനിമ കാണാൻ കാരണം ദിലീപ് ഒന്നും അല്ലാട്ടാ, ഞാൻ ലാലേട്ടനെ വിചാരിച്ചിട്ട് മാത്രമേ ഈ സിനിമ കാണാൻ പോയത്. എന്റെ ലാലേട്ട, നിങ്ങളെ കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ച് ഈ സിനിമയിൽ നിങ്ങൾ ഇല്ലാന്ന്. ഞാൻ വിചാരിച്ച് രക്ഷപ്പെട്ട് എന്റെ ലാലേട്ടൻ ഈ മലങ്കട്ടിൽ വരൂലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ നിങ്ങൾ വന്നപ്പോഴല്ല എനക്കൊരു സങ്കടം അത്ര ഉണ്ടായിനി. ഈ മലങ്കട്ട് സിനിമയിൽ നിങ്ങളും പൊട്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇനി എന്താ പറയാ, ദിലീപിനെ നാളെ തൊട്ട് പറയാ ഞാൻ മാത്രമല്ല ഈ മലങ്കട്ടിൽ അഭിനയിച്ചത്, ലാലേട്ടനും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദിലീപിന് സമാധാനിക്കാം. എനിക്ക് ലാലോട്ടിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ മമ്മൂട്ടിനെ പോലെ സെലക്റ്റീവ് ഒന്നും ആകാൻ നിൽക്കണ്ട. പക്ഷെ നിങ്ങളുണ്ടല്ല മലങ്കൾട്ട് പോലത്തെ സിനിമ അത് നിങ്ങൾ തിരിച്ചറിയാൻ വേണം. നിങ്ങളെ കൂടി ചാടിക്കാൻ വേണ്ടി നിങ്ങളെ കൂടെ കുറെ വർണ്ണങ്ങളുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങളൊരു പുതിയ വർണ്ണത്തിന് ടൈം കൊടുത്തിട്ടുണ്ട്. ഏത് നമ്മളെ മേജർ രവിക്ക് തിരക്കഥ മോഷ്ടിച്ചിട്ട് ഇപ്പൊ നഷ്ടപരിഹാരം കൊടുക്കണം. ആ ചങ്ങായിന്റെ സിനിമയിലൊന്നും ദയവായിട്ട് നിങ്ങൾ അഭിനയിക്കാൻ പാടില്ല ലാലേട്ടാ. ഇനി എന്താ ചെയ്യേണ്ട അറിയാം, നിങ്ങൾ ഗോകുലം ഗോപാലുണ്ടല്ലോ നിർമ്മാതാവ്, മൂപ്പരോട് പറയണം OTT വരുമ്പം നിങ്ങളെ രംഗങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കട്ടാക്കി തരുമോന്ന് ഗോപാലനോട് ചോദിക്കണം കേട്ടാ. OTT വന്നാൽ ദിലീപിന്റെ കാര്യം വിട്ട് കല്ലിവല്ലി ലാലേട്ടാ നിങ്ങൾ അന്ത്യം കുറിക്കും. എല്ലാരും കൂടി കേട്ടാ, ട്രോളർമാർ നിങ്ങൾ അന്ത്യം കുറിക്കും. പിന്നെ ഒരുമാതിരി ഈ കാലത്തിലും ഇമ്മാതിരി ഊള വിഗ്ഗെല്ലാം വെക്കാൻ കയ്യില്ല നിങ്ങൾക്കല്ലോ. ഞാൻ ദിലീപിന്റെ കാര്യം പറയാത്തുണ്ടല്ല, ഒന്നും പറയല്ല. കാരണം ലാലേട്ടൻ ഈ അവസ്ഥയാണെങ്കിൽ ദിലീപിന്റെ കാര്യങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ല. അത്രമാത്രം മലങ്കൾട്ടിന്റെ മുകളിൽ മലങ്കൾട്ടാണ്. എന്താണ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ സിനിമയിൽ തിരക്കഥയിൽ ദിലീപ് കൈകടത്തിയിട്ടുണ്ട്. ദിലീപ് എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ട് ആരെയൊക്കെയോ വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ എല്ലാം കോമഡിന്റെ മുകളിൽ കോമഡി പീസായി. മാസാകാൻ നോക്കിയിട്ട് കോമഡി പീസായി പോയി. പിന്നെ ഇതൊരു ലോജിക്ക് ഇല്ലാത്ത സിനിമയാണ്. ഈ സിനിമ ആ ലെവലിൽ കാണുന്ന പറഞ്ഞോട് എനക്കൊന്നേ പറയാനുള്ളൂ. ഭക്ഷണം കഴിക്കേണ്ട പറയാന്ന് പശുക്കുണ്ടല്ല, ആ ഒരു സംഭവം ഉണ്ടല്ല, അമ്മാതിരി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ലോജിക്ക് ഇല്ലെങ്കിലും കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു തലയെ തിരിയുന്ന സാധനം ഉണ്ടാക്കണം കേട്ടാ. പിന്നെ ഇതിന്റെ അകത്ത് നമ്മളെ വിനീത് ശ്രീനിവാസനുണ്ട്, നമ്മളെ ധ്യാൻ ശ്രീനിവാസനുണ്ട്. ഞാൻ വിചാരിച്ച് ധ്യാൻ ശ്രീനിവാസൻ ആകെ കോളാക്കുന്നു. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് കുറച്ചെങ്കിലും സമയം കണ്ടിരിക്കാൻ തോന്നിയത് നമ്മളെ ധ്യാൻ ശ്രീനിവാസനെ മാത്രമല്ല കേട്ടാ. വിനീത് ശ്രീനിവാസനിൽ എന്തെല്ലാം കാണിച്ച് കൂട്ടുന്ന വിനീതെ പൊട്ടന്മാറപ്പുറം കൂടിയിട്ട് ലോക പൊട്ടനായിപ്പോയില്ലേ നീലും കൂടിയിട്ട്. പിന്നെ നമ്മളെ സലിംകുമാറുണ്ട്, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. മൂപ്പറ ഡയലോഗ് പോലെ തന്നെ എന്തിനോ വേണ്ടി തിളക്കുന്നു. എന്തിനാ സലിംകുമാറട്ട ഈരെല്ലാം വന്ന് പെട്ടിന്? നിങ്ങൾ ദിലീപിനോടുള്ള സ്നേഹം കൊണ്ട് വന്ന് പെട്ടതാണെങ്കില്ല നിങ്ങൾ പെട്ട്. പിന്നെ ഒരു ലോഡ് നടന്മാരുണ്ട് കേട്ടാ, ഒരു ലോഡ് നടന്മാർ എത്ര വെറുപ്പിക്കുന്നുണ്ടോ അതിന്റെ ഡബിളാണ് നടിമാർ വെറുപ്പിക്കുന്നത്. നിങ്ങളെയും കണ്ട് നമ്മൾ വെറുപ്പിക്കോടാ, അമ്മാതിരി വാശിക്കാണ് വെറുപ്പിക്കല്. പിന്നെ നമ്മളെ സംഗീതം ഉണ്ടല്ലോ, ഗോപി സുന്ദറും ഷാൻ റഹ്മാനും. പടച്ചോനെ എന്തിന്റെ ആവശ്യം, എന്താണ് നിങ്ങളല്ല അതിന്റെ അത് കാട്ടി കൂട്ടുന്നത്? ഒരു പാട്ടെല്ലാം ഉണ്ട് മച്ചാനെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഒരു പാട്ട്. ആ പാട്ടെല്ലാം തിയേറ്ററിൽ കാണുമ്പോൾ കേൾക്കുമ്പോ സങ്കടാകുന്നു. ഞാൻ പിന്നെ ഇതിന്റെ സംവിധായകന്റെ പേരൊന്നും പറയാൻ നിൽക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞിട്ട് മൂപ്പർക്ക് വിഷമമുണ്ട. അമ്മാതിരി സംവിധാനമാണ്. ഞാൻ സിനിമ ഇറങ്ങിയ പാട് തിയേറ്റർ റെസ്പോൺസ് ഉള്ള കുറെ വീഡിയോ കണ്ടിന്. ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ദിലീപട്ടൻ പച്ച പിടിച്ച്, കൂടെ ലാലേട്ടൻ വന്നപ്പോ ദിലീപട്ടൻ അങ്ങ് സൂപ്പർ ആയിരുന്നു. അമ്മാതിരി തിയേറ്റർ റെസ്പോൺസ് ആണ് ഓരോരുത്തൻ വന്ന് കാണിച്ചു കൂട്ടിയത്. മൊത്തം പെയ്ഡാണെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോ മനസ്സിലായി. അത് മാത്രല്ല, ഈ സിനിമ വിജയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ല 99% ആൾക്കാരും ദിലീപിന്റെ ഫാൻസ് അല്ലാട്ടാ, നമ്മളെ ലാലേട്ടന്റെ ഫാൻസ് ആണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സിനിമക്ക് ഇത്രയും ആളുണ്ടായിനി. അല്ലാണ്ട് ദിലീപിനെ വിചാരിച്ചിട്ടൊന്നും ആരും വന്നില്ല. എല്ലാവർക്കും മനസ്സിലായി മൂപ്പറെ കൊണ്ട് ഇനി ഒന്നും കഴിയൂല. അതുകൊണ്ട് ലാലേട്ടൻ നിങ്ങളെന്താ ഇനി ചെയ്യണ്ടെന്ന് അറിയാം. ദിലീപോ മറ്റേ മേജർ രവി എന്ത് പുണ്ണാക്ക് സിനിമയും അഭിനയിച്ചോട്ട് നിങ്ങൾ പോയി വീഴല്ല. നിങ്ങൾ ആ തുടരും സിനിമയുണ്ടല്ല, ആ സിനിമയിൽ സൂപ്പർ ആക്കിയിട്ട് ആ ലെവലിൽ നിൽക്കുന്ന നിങ്ങൾ ഇമാതിരി കുറെ മലങ്കൾട്ട് പോയിട്ടുണ്ടല്ല, സ്വയം വില കളില്ല ലാലേട്ടാ.
കാരണം മമ്മൂട്ടിന് നിങ്ങളിലുണ്ടല്ലോ നമ്മൾ ആ ലെവലിൽ കൊണ്ടുവച്ചിട്ടുള്ളേ. ഈ മലങ്കട്ട് ടീമിനെ പോലെയല്ല, നിങ്ങൾ അമ്മാതിരി ലെവലിലാ ഉള്ളേ. നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടിന്റെ അത്രയും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. എന്നാൽ നിങ്ങളെ കൂടെയുള്ളവരാ ഈ മേജർ രവിനെ പോലത്തെ ടീമില്ലേ, അതിനെ ശ്രദ്ധിച്ചേ പറ്റൂ. നിങ്ങളെ കുണ്ടിലല്ലാണ്ട് വേറെ ഒരു സ്ഥലത്ത് മോനൊന്നും കൊണ്ടുപോയി ഇടൂല നിങ്ങളെ. ഞാൻ ഇനി ഇത് പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ ഫാൻസ് ഈ സിനിമ കാണാണ്ടിരിക്കണ്ട. ദിലീപിന്റെ ഫാൻസ് ഈ സിനിമ കാണുന്നെ വേണം. നിങ്ങളെ പൈസയും കൂടി പോകണം. കാരണം നിങ്ങളെ പൈസയും കൂടി പോകുമ്പോ ഏതായാലും എന്റെ പൈസ പോയല്ല, അപ്പൊ നിങ്ങളെ കൂടി പോകുമ്പോ ഒരു സന്തോഷം, ഒരു സമാധാനം. അപ്പൊ ഈ സിനിമയെ കുറിച്ച് എനിക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ. സിനിമന്റെ പേര് നാളെ മുതൽ സംവിധായകനും നിർമ്മാതാവും ദിലീപാട്ടലും കൂടി ഓരോ തിയേറ്ററിന്റെയും മുന്നിൽ ഇരുന്നിട്ട് അതിലൂടെ പോകും വരും ചെയ്യുന്ന ആൾക്കാരോട് പറയും വന്നിട്ടൊന്ന് കാണുന്നു പറയും. അതാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. അപ്പനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.